ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ട വലിയധികം വിമർശനങ്ങളാണ് ഉയരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ അതേ ദിവസം തന്നെ നടത്തണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു. സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പിയാണ് ഇക്കാര്യം ജനൻ ടിവിയോട് പറഞ്ഞത്. പലരും ചേർന്ന് ഏകാദശി ഉത്സവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വിജയ് തമ്പി ജനൻ ടിവിയോട് പറഞ്ഞു. ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രമുഖ ചലച്ചിത്ര സംവിധായകനും BJP സംസ്ഥാന അധ്യക്ഷനുമായ വിജയ് തമ്പിയാണ് ഇപ്പോൾ നമ്മുടെ കൂടി ചേരുന്നത്. അതായത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ, ഏകാദശി ദിവസത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ മാറ്റിയ ഒരു തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ഇപ്പോഴും പിറകോട്ട് പോയിട്ടില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭൂലോക വൈകുണ്ഠനാഥനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പിന്നോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂന്താനം, അല്ലെങ്കിൽ മേൽപ്പത്തൂര്, അതുപോലെ തന്നെ ഈ നാരായണീയം, അല്ല പൂന്താനം, മേൽപ്പത്തൂര്, കുറൂരമ്മ, എഴുത്തച്ഛൻ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ഉദാഹരണമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉൾപ്പെടെയുള്ള, അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ അവിടെയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിലെ നിഷ്ഠയാണ്. അത് ഇപ്പോഴത്തെ തന്ത്രി അദ്ദേഹം തന്നെ ഗുരുവായൂർ മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു അവരുടെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹത്തിനെ പറ്റി വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഗുരുവായൂരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരത്തെ പൂജകൾ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യ സ്വാമികളാണെന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം കേട്ടറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ ചരിത്രമുണ്ടോ രേഖയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾക്കോ നമ്മുടെ ഇതിഹാസങ്ങൾക്കോ ഒന്നും കൃത്യമായ രേഖകളല്ല. അതെല്ലാം നമ്മുടെ കേട്ടറിവും പറഞ്ഞറിവുമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശങ്കരാചാര്യ സ്വാമികൾ ഒരു ഏകാദശി സമയത്ത് ഗുരുവായൂരിൽ അദ്ദേഹം ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ പൂജിക്കാതെ അല്ലെ അവിടെ ഇറങ്ങാതെ പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് താഴേക്ക് ഇട്ടു ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ആ വടക്ക് പടിഞ്ഞാറായിട്ടൊരു ദ്വാരം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദ്വാരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എല്ലാ പ്രാവശ്യവും ശിവേലി വരുമ്പോൾ ഭഗവാന്റെ തിടമ്പോടെ നിർത്തും, വാദ്യം നിർത്തും. ആ ശങ്കരാചാര്യരെ ഒരു നിമിഷം വണങ്ങിയിട്ടേ അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് പോകാറുള്ളൂ. കാര്യം ആ ശങ്കരാചാര്യ സ്വാമികളാണ് ഗുരുവായൂരത്തെ പൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ആചാരമാണ് ഏകാദശിയിലെ ഉദയാസ്തമന പൂജ. വർഷങ്ങളായിട്ട് ചെർളയും കോവിലവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ, സാമൂതിരിയിൽ നിന്ന് ഏറ്റെടുത്ത സമയത്താണ് ഗുരുവായൂർ ദേവസ്വം ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഇതുവരെ മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു രീതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ശബരിമല മണ്ഡലകാലമാണ്, അതൊരു ബുദ്ധിമുട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി. ഒരു മാസം എടുത്ത് മാറ്റുന്നൊന്നുമില്ലല്ലോ. നാളെ ശരി, ഞാൻ വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി വേണ്ട, തിരക്കായതുകൊണ്ട് കന്നിമാസത്തിലേക്ക് ആക്കാം, അങ്ങനെ പറ്റുമോ? ആ ഗുരുവായൂർ ഏകാദശിക്ക് വേറെ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്. ഗീതോപദേശം നടന്ന ദിവസമാണെന്ന് മാത്രമല്ല, അന്ന് മറ്റു പല കാര്യങ്ങളിലും ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്ന ദിവസമാണ്. ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ, അതായത് സാക്ഷാൽ ബ്രഹ്മാവ് പൂജിച്ച, സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമി പൂജിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ ഗുരുവായൂർ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഏകാദശി. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഏകാദശിയാണ്. അല്ലാതെ മറ്റ് ഉത്സവമൊന്നും അല്ല പ്രധാനം. ഈ ഏകാദശി ഉത്സവം മാത്രമേ പണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഏകാദശി ഉത്സവത്തിനെയാണ് പലരും ചേർന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനുവേണ്ടി? മറ്റൊന്നിനുമല്ല. ഗുരുവായൂരപ്പൻ ഇപ്പോൾ ഒരു ചൈതന്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ഒരുപാട് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റണം. ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റണം. ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് എങ്ങനെ അകറ്റാൻ പറ്റുക? ക്ഷേത്ര ചൈതന്യമാണ് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. ഒരു ക്ഷേത്രത്തിന് ചൈതന്യമില്ലെങ്കിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരില്ല. നമുക്കൊരു ഫീൽ ഉണ്ടായാലല്ലേ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുള്ളൂ, എന്തിനായാലും. അപ്പോൾ ആ ക്ഷേത്ര ചൈതന്യത്തെ എങ്ങനെയെല്ലാം നശിപ്പിക്കാമെന്ന് ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ നമുക്കുള്ളത്. ആ സർക്കാരിൻ്റെ ഭാഗമായ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ഇങ്ങനെ രീതിയിൽ, പല രീതിയിലും, ശബരിമലയായാലും ഗുരുവായൂരായാലും കൊടുങ്ങല്ലൂരായാലും എല്ലാ ക്ഷേത്രങ്ങളെ എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തന്ത്രി മുഖ്യൻ, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനെ ഭഗവാന്റെ സേവകനാണ് തന്ത്രി. ഭഗവാനെ മാത്രം സേവിക്കേണ്ട ആളാണ് തന്ത്രി. ആ തന്ത്രിക്ക് ഇതെന്ത് പറ്റി എന്നുള്ളതാണ് സംശയം. തന്ത്രി കൊടുത്ത അഫിഡവിറ്റ് ഞാനൊന്ന് കാണാനിടയായി. ആ അഫിഡവിറ്റ് പറഞ്ഞിരിക്കുന്നത്
ശങ്കരാചാര്യനും ഗുരുവായൂരുമായിട്ട് ബന്ധം പോലും ഇല്ലെന്ന രീതിയിലാണ്. മാത്രമല്ല അവിടുത്തെ മേൽശാന്തിമാരും മോദിക്കന്മാരും അവരുടെ പ്രസിദ്ധി വർദ്ധിപ്പിക്കാനാണ് പോലും ഉച്ചപൂജയ്ക്ക് ഇത്രയും വലിയ അലങ്കാരങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പല മേൽശാന്തിമാരോട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഭഗവാന്റെ ഉഷപൂജയ്ക്കുള്ള അലങ്കാരം ഒഴിച്ച് ബാക്കി ഒരു അലങ്കാരങ്ങളും ആദ്യമേ തീരുമാനിച്ച് ശീലകത്ത് കയറിയാൽ ആ അലങ്കാരം ചാർത്താൻ പറ്റില്ല. ആ രീതിയിൽ ഭഗവാനാണ് ഭഗവാന്റെ അലങ്കാരം തീരുമാനിക്കുന്നത്. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, അതിനൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആള് ഒരു കള്ളക്കണ്ണനാണ്, കള്ളകൃഷ്ണൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്തോ ഒരു പുതിയ ലീലയുടെ ആരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും ഭൂലോക വൈകുണ്ഠനാഥനാണ്, ഭഗവാൻ ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടന്നിരിക്കും. എന്തായാലും ഗുരുവായൂർ ഏകാദശി ഈ പറഞ്ഞ ഡിസംബർ 11-ാം തീയതി വരികയാണ്. അത് സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡും തന്ത്രിയും ഉൾപ്പെടെ അത് നടത്തണം. ആ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തണം. ഇല്ലെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങളും ദുരന്തങ്ങളും വരാനിരിക്കുന്നു എന്ന് മാത്രം അവരെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാനോട് കളിച്ചാൽ കളി പഠിച്ചിരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തായാലും ഈ വരുന്ന ഡിസംബർ 11-ന് നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ നടത്തണമെന്ന് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളുടെയും ആവശ്യം. അതെ, വിജി തമ്പിയാണ് ശക്തമായിട്ട് ഈ ഗുരുവായൂർ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ പഴയ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കണ്ടത്.